ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് മഹാപ്രസ്ഥാനിക പർവം ആരംഭം. ബാലേ കിളിമകളെ കഥാശേഷവും കാലേ പറക നീ സാനന്ദമോമലെ. പാലാഴി വർണ്ണൻ പരമൻ പരാപരൻ പാലാഴി മാനിനി വല്ലഭനീശ്വരൻ കാലസ്വരൂപൻ കരുണാകരൻ വരൻ നീലാംബുദ നിറമുള്ള നിരഞ്ജനൻ നീലാംബുജായതലോചനൻ മാധവൻ ഭൂലോകവും പരിപാലനം ചെയ്തുതൻ കാലം കഴിച്ചു വൈകുണ്ഠമകമ്പുക്ക കാലം യുധിഷ്ഠിരനാദികളും കൃഷ്ണലീലകൾ ചിന്തിച്ചു സർവമുപേക്ഷിച്ചു ബാലനു രാജാഭിഷേകവും ചെയ്തൊരു ശേഷം അനുഷ്ഠിച്ചതെന്തെന്നു ചൊല്ലു നീ ദോഷമശേഷമകലുവാൻ മാമകം. ശേഷം കഥ പറഞ്ഞിടുവനെങ്കിൽ ഞാൻ ഏഷണപാശവും ഛേദിച്ചു ധർമ്മജൻ വൃഷ്ണികുലാധിപൻ ജിഷ്ണുജസാരഥി ജിഷ്ണുമുഖാമരസേവിതൻ മാധവൻ കൃഷ്ണൻ തിരുവടിയും ബലഭദ്രരും വൃഷ്ണികളും കലികാലമടുത്തപ്പോൾ വിഷ്ണുലോകം ഗമിച്ചാരെന്നു കേൾക്കയാൽ വിഷ്ണു ഭക്തന്മാരിലഗ്രേസരൻ നൃപൻ ഉഷ്ണേതരാംശുകുല സന്തതിയായ വിഷ്ണുരാധൻ അഭിഷേകവും ചെയ്തേറ്റം ഉഷ്ണനിശ്വാസം കലർന്നു നിജഹൃതി കൃഷ്ണനെ ധ്യാനിച്ചുറപ്പിച്ചു ഭീമനും വിഷ്ണുവും സോദരന്മാർ മറ്റിരുവരും കൃഷ്ണയും കോടി നിരൂപിച്ചു കൽപ്പിച്ചു നന്നല്ല ഭൂതലവാസം നമുക്കിനി വന്നു കലിയുഗമെന്നതോ നിർണയം. രാജാബുധർമ്മജനേവം പറഞ്ഞുടൻ പ്രാജാപത്യാഖ്യാമിഷ്ടിയും ചെയ്തുടൻ ക്ഷിപ്രമാത്മാരോഹിതാഗ്നിയാം ഏകദാ സപ്രകാശം പുറപ്പെട്ടു ശാന്തനായി നിശ്ചലാത്മാ മഹാപ്രസ്ഥാനമാശ്രിച്ചു സച്ചിൽ പരബ്രഹ്മമൂർത്തി സനാതനനച്യുതനവ്യയൻ അവ്യക്തനദ്വയൻ നിശ്ചയിച്ചാർക്കുമറിഞ്ഞുകൂടാതവൻ നാരായണൻ നരമൂർത്തിമാനീശ്വരൻ നാരദസേവിതൻ നാനാ ജഗന്മയൻ നീരദ വിഗ്രഹൻ നീരജലോചനൻ നീരജസംഭവകാരണൻ കോമളൻ നിത്യൻ നിരഞ്ജനൻ നിർമ്മലൻ നിർമ്മമൻ നിത്യവിരക്തൻ പ്രകൃതി പരാത്മകൻ സത്വാദിഹീനൻ സനകാദിസേവിതൻ തത്വസ്വരൂപൻ സകല ലോകേശ്വരൻ നിഷ്കളൻ നിശ്ചലൻ നിസ്പൃഹൻ നിഷ്ക്രിയൻ നിർഗുണനേകൻ അനേക ജീവാത്മകൻ ഭുക്തിമുക്തിപ്രദൻ ഭക്തപ്രിയൻ വരൻ ശക്തിയുക്തൻ പരമാത്മാ ശിവാത്മകൻ വേദാർത്ഥ ഭിന്നമൂർത്തിയാത്മകൻ ശാശ്വതൻ വേദസ്വരൂപൻ വിരിജാതിവന്ദിതൻ വേദാന്ത വേദ്യൻ അനന്തൻ അനാമയൻ വേദജ്ഞനുത്തമനാദ്യൻ അനാദ്യനത്യാനന്ദരൂപൻ അമൃതാത്മകൻ വിഭൂ ചേതനഭൂതൻ ജനാർദ്ദനൻ വൈകുണ്ഠൻ ഇന്ദീവരേക്ഷണൻ ഇന്ദുബിംബാനനൻ ഇന്ദുകുലോദ്ഭവൻ ഇന്ദുകലാചൂടവന്ദ്യൻ മുകുന്ദൻ ആനന്ദപ്രദൻ മുജുകുന്ദപ്രിയൻ കൈടഭാന്തകൻ ഗോവിന്ദൻ നന്ദജൻ ദേവകീ നന്ദനൻ യാദവൻ വാസുദേവൻ ദേവദേവൻ മുരാന്തകൻ നാരായണൻ തന്നെ നന്നായി നിരൂപിച്ചു ധീരനാം ധർമ്മജൻ നിർഗമിച്ചിടിനാൻ. സോദരന്മാരും ദ്രുപദതനൂജയും സാദരം കൂടി പിറകെ നടകൊണ്ടാർ ഉത്തമന്മാരായ ധർമ്മപുത്രാദികൾ ഉത്തരയാം ദിക്കു നോക്കി നടക്കുമ്പോൾ
കൃഷ്ണവർമാവുടൻ പ്രത്യക്ഷരൂപേണ ജിഷ്ണു തന്നോടരുൾ ചെയ്തു കനികോടെ. പാണ്ഡുതനൂജ മഹാവീര ഫൽഗുന ഗാണ്ഡീവമായ ധനുരത്നമിപ്പോഴേ യാദസാം നായകൻ കയ്യിൽ കൊടുക്ക നീ. സാദരം പൊയ്ക്കഴുവിനാകുലം കൂടാതെ എന്നരുൾ ചെയ്തൊരു അഗ്നിദേവൻ പദം നന്നായി വണങ്ങി വഴങ്ങിച്ചു യാത്രയും. അത്ഭുതമാകിയ ഗാണ്ഡീവ ചാപവും അപ്പതി കയ്യിൽ കൊടുത്തു നടകൊണ്ടാൻ. ധർമ്മരാജാത്മജൻ തന്നെ പരീക്ഷിപ്പാൻ ധർമ്മരാജൻ താനുമാശു പുറപ്പെട്ടു. ശാവായനുഗമനം ചെയ്തിതു കൂടെ ഭാവവുമേറ്റം ക്ഷയിച്ചതി ദീനനായി സേവയും ഭാവിച്ചഗതിമാനായി. ശ്രാദ്ധദേവനും പിൻപേ നടകൊണ്ടിതക്കാലം. അങ്ങനെ പോകുന്ന നേരത്തു കൃഷ്ണയും എങ്ങനെയെന്നറിഞ്ഞില്ല വീണിടിനാൾ. അപ്പോൾ വൃഗോദരൻ ധർമ്മജൻ തന്നോടൊരത്ഭുതം പൂണ്ടു ചോദിച്ചരുളിടിനാൻ. ദ്രൗപദി വീണതിനെന്തൊരു കാരണം ഭൂപതേ ചൊൽകുന്നതു കേട്ടു ധർമ്മജൻ. പിന്നിൽ നോക്കാതെ പറഞ്ഞാനുടനവൾ തന്നുള്ളിലുണ്ടൊരു ദോഷം അതു കേൾനി. വല്ലഭന്മാരൈവരുള്ളതിലേവരും തുല്യമല്ലേതാനുമുണ്ടു ഭേദം സദാ. പക്ഷപാതം തനിക്കർജുനൻ തങ്കലുണ്ടുൾപ്പൂവിലെന്നതിനാലിവൾ വീണതും. പിന്നെ സഹദേവനും പതിച്ചിടിനാൻ ചൊന്നാനതിൻ മൂലവും ധർമ്മനന്ദനൻ. വാദാത്മജൻ പറഞ്ഞാശു സഹദേവപാദമറിഞ്ഞതു നേരമുര ചെയ്തു. ശാസ്ത്രങ്ങൾ കൊണ്ടെന്നെ താഴ്ത്തി നിന്നിടുവാൻ ധാത്രിയില്ലാരുമില്ലെന്നൊരഹംഭാവം ഉള്ളിലുണ്ടാകയാൽ വീണു. സഹദേവനുള്ള വണ്ണം നീ ധരിക്ക വാദാത്മജ. പിന്നെയും മെല്ലെ നടന്നാരതു നേരം പിന്നാലെ പോകും നകുലൻ പതിച്ചിതു. ചൊന്നാനതു നൃപൻ തന്നോട് ഭീമനും മന്നവനും അതിൻ കാരണം ചൊല്ലിനാൻ. ആരുമേ രൂപലാവണ്യമോർക്കും വിധു പാരിലെന്നോടു നേരായവരില്ലെന്നു മാനം. നകുലനു പാരമുണ്ടെപ്പോഴും മാനസകാരിൽ അതുകൊണ്ടവൻ വീണു. വൃത്രാരിപുത്രനും വീണാനതുമധ പൃഥ്വീപതിയോടു ചൊന്നാൻ മൃഗോദരൻ. കാലാത്മജൻ ജിഷ്ണു വീണതു കേട്ടോരു കാലം അറിഞ്ഞു നോക്കിയിലെന്തൊരത്ഭുതം. സോദരൻ വീണതിൻ കാരണമെന്തെന്നു ചോദിച്ചു ധർമ്മജൻ തന്നോടു ഭീമനും. ഉത്തമനാകിയ ധർമ്മതനയനും ഉത്തരം ഭീമനോടാശു ചൊല്ലിയിടിനാൻ. അസ്ത്രങ്ങൾ കൊണ്ടെന്നോടൊത്തവരില്ലെന്നു വൃത്രാരിപുത്രനും ഉണ്ടൊരഹംഭാവം എന്നതുകൊണ്ടവൻ വീണു മരിച്ചു. നിന്നുടെ പാദവുമുണ്ടിനി നിശ്ചയം. ശക്തനാകുന്നതു ഞാനെന്നൊരു നിനവുൾത്താലിലുണ്ടു നിനക്കും കിടക്കുന്നു. നീയും അതുകൊണ്ടു വീണു മരിച്ചുപോം. വായുസുത പരിതാപമുണ്ടാകല. ഉണ്ടു ജനിച്ചാൽ മരണമെല്ലാവനും ഉണ്ടാക വേണ്ട വിഷാദം അതിനേതും. ഇത്തം പറഞ്ഞു പിന്നോക്കിൽ നോക്കിയിടാതെ പൃഥ്വീപതി നടന്നിടിനാൻ. പിന്നെയും ഉത്തരയാം ദിക്കു നോക്കി നടക്കുമ്പോൾ ഉത്തമനാം ധർമ്മപുത്രനുടെ പിമ്പേ പോകുന്ന ഭീമനും വീണു മരിച്ചുതേ. പോകുന്നിതു വടക്കോട്ടവൻ പിന്നെയും സാരമേയം പിരിയാതെ വഴിയെ കൂടാരൂഢതാപം നടന്നാനതു നേരം. ആരുമൊരു ഗതിയില്ലെന്നൊരു ഭാവം നേരെ മുഖത്തു നോക്കിക്കൊണ്ടു ഭാവിച്ചു. കൂടെ നടക്കുന്നതു കണ്ടു ധർമ്മജനൂടെ വളർന്നിതു കാരുണ്യമേറ്റവും. അമ്പരം തന്നിൽ നിന്നന്നേരമന്തികെ
പൊന്മയമായ വിമാനവും താണിതു നിർമ്മലനാകിയ ദേവദൂതൻ താനും ധർമ്മതനയനെ കൊണ്ടങ്ങു പോവാനായി. പിന്നെയുണ്ടായ വിശേഷങ്ങൾ ചൊല്ലുവാൻ പന്നകനായകനും പണിയുണ്ടെന്നു നന്നായി പറഞ്ഞിരുന്നിടിനാൾ. ധർമ്മജൻ തന്നെ മാഹാത്മ്യമോർത്തോർത്തു പിന്നെയും നല്ല കഥയിനി മേലേടം നിങ്ങൾക്കു ചൊല്ലുവനെന്നു കിളിമകളും ചൊന്നാൾ. ഇതി ശ്രീ മഹാഭാരതേ പരിഭാഷാരൂപം മഹാപ്രസ്ഥാനിക പർവം സമാപ്തം. ഓം നമോ ഭഗവതേ വാസുദേവായ.